എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവയുടെ ഇലയും ഉരുളക്കിഴങ്ങും വെച്ച് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി ഒരു സബ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കൊക്കെ ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ എത്ര ചപ്പാത്തി നമ്മൾ കഴിച്ചു എന്ന് പോലും നമ്മൾ അറിയില്ല. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഒത്തിരിയായിട്ട് കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് സ്കൂളിൽ ചപ്പാത്തിയോടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു കൂട്ടാനുമാണ്. ചപ്പാത്തിക്ക് മാത്രമല്ല ചോറിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ 2 ബഞ്ച് ഫ്രഷ് ഉലുവയില എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉലുവയിലയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഉലുവയില വൃത്തിയാക്കി എടുക്കാം. അതിനായിട്ട് ഓരോ ഇലയും നമുക്കിതുപോലെ പിച്ചെടുക്കാം. നമ്മൾ മുരിങ്ങയില കറിയൊക്കെ വെക്കുമ്പോൾ മുരിങ്ങയില പിച്ചെടുക്കില്ലേ, അതുപോലെ ഉലുവയുടെ ഓരോ ഇല ഈ രീതി വേണം നമ്മൾ പറിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ തണ്ടെടുക്കാൻ പാടില്ല. തണ്ടെടുക്കുവാണെങ്കിൽ കയ്പ്പ് വരും. കയ്പ്പില്ലാതെ നമ്മൾ ഈ ഇല മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ശക്കലം പോലും ഉലുവയില കയ്പ്പില്ല. ഈ ഉലുവയില എല്ലാം നമ്മൾ പിച്ചി എടുത്തിട്ട് നല്ലതായിട്ടത് കഴുകണം. കാരണം ഇതിൽ മണ്ണിൻ്റെ അംശങ്ങൾ കാണും. കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കുക. ഇവിടെ ഞാൻ 3 മീഡിയം ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറിയ പീസായിട്ടല്ല, വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരിക. അതുപോലെ 2 വലിയ സവാളയും ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രീതി വേണം സവാളയെ അരിഞ്ഞെടുക്കാനായിട്ട്. ഒത്തിരി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജീരകം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. എന്ന് വെച്ചാൽ ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട. വെളുത്തുള്ളിയൊക്കെ ഒരു കളർ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. സവാള ഇളക്കി ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. അവിടെ സവാള ഇത്രയും സോഫ്റ്റായി വന്നാൽ മതി. ഈ സമയം ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഇളക്കി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകണ്ട. അതുപോലെ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തീ മീഡിയത്തിലിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഒരു പകുതി വരെ ഒന്ന് ഫ്രൈ ആയി വരണം. അതുവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഈ രീതി ഫ്രൈ ആയി വന്നാൽ മതി. നല്ലതായിട്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ ഇനി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പം ഇതിലോട്ട് 2 മീഡിയം തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് വെന്ത് വരണം. അതുപോലെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. തീ ലോയ്ക്ക് മീഡിയത്തിന് ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് ഇത് വെന്ത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങൊന്നും പൊടിഞ്ഞും പോയിട്ടില്ല കേട്ടോ. ഞാനൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കാണിച്ചു തരാം, ഇത് വെന്തോന്ന് അറിയാനായിട്ട്. കണ്ടോ, നല്ലതായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കാം. നല്ല ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ ഫുഡിനൊക്കെ നല്ല ജീരകത്തിൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കിയെടുക്കാം. നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞ് ഇതിലോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉലുവയില ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഉലുവയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. ഉലുവയില ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് അങ്ങ് കുഴഞ്ഞ് എല്ലാത്തിലും അങ്ങ് മിക്സായി വന്നോളും. എന്നിട്ടൊരു 5 മിനിറ്റും കൂടെ നമുക്കിതിനെ അങ്ങ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഉലുവയിലേക്ക് ഒന്ന് വെന്ത് പറഞ്ഞല്ലോ. 5 മിനിറ്റ് മാക്സിമം മതി കേട്ടോ, അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർ അധികമായിട്ട് ഇത് കഴിക്കും. കാരണം ഉരുളക്കിഴങ്ങ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമാണല്ലോ. അതുപോലെ ഉലുവയോടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തിയുമാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ ഇത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാൻ തന്നെയാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കൊന്ന് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.